Hello everyone. So on the previous class what we have discussed in science, we started to discuss the chapter 12. Chapter 12 നമ്മൾ എന്താ പറയുന്നത് ഇലക്ട്രിസിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചു അല്ലെ? ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്യാനും ഒരു ബൾബിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു സെൽ എന്ന് പറയുമ്പോൾ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ പിന്നെന്താ നമ്മൾ പഠിച്ചു? ഒരു ബൾബ് എന്ന് പറയുമ്പോൾ രണ്ട് ടെർമിനൽസ് ഉണ്ട്, അതിന് നടുക്ക് ഒരു ഫിലമെന്റ് ഉണ്ടെന്നും പഠിച്ചു. പിന്നെ ഒരു ബൾബ് ഗ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലെ ബാറ്ററി, അതായത് അതിനകത്ത് വയേഴ്സ് കണക്ട് ചെയ്യണമെന്നും ആ വയേഴ്സ് ഒരെണ്ണം വിട്ടുപോയാൽ കത്തില്ല. പിന്നെ അല്ലേ നമ്മൾ അങ്ങനെ രണ്ടും കൂടെ ഒരു സൈഡാണ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിലും അത് ഗ്ലോ ചെയ്യില്ല എന്ന്, രണ്ടും ഓപ്പോസിറ്റ് സൈഡ് തന്നെ കണക്ട് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ബൾബ് ഒരു സെല്ലിൽ കണക്ട് ചെയ്തപ്പോ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടെങ്കിലും ഒരു വയേഴ്സ് കണക്ട് ചെയ്യണം. ഒരേ സൈഡ് കൊണ്ടുപോയി കണക്ട് ചെയ്താൽ സർക്യൂട്ട് പോവില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ വയർ വിട്ടുപോയാൽ എന്ത് ചെയ്യില്ല? സെല്ലിൽ നിന്നുള്ള വയർ ബൾബിലേക്ക് പോകുന്ന വയറും വിട്ടുപോയാൽ എന്ത് സംഭവിക്കില്ല എന്ന് പറഞ്ഞു? കറണ്ട് ഫ്ലോ പോവില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കറണ്ട് പാസ് ആവില്ല. അപ്പോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പറഞ്ഞാല്? In activity 2, you connected one terminal of the electric cell to the other terminal via passing from the electric bulb. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ്, രണ്ടും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത് അല്ലേ? ഒരു ബൾബിൽ നിന്ന് വരുന്ന രണ്ട് വയറ്, ഒരു വയർ ഒരറ്റത്തേക്കും ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു വയറിന്റെ അറ്റത്തേക്കും ഒരു വയർ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വയറിന്റെ അറ്റത്തേക്കും ആയിട്ടാണ്, അതായത് രണ്ട് ടെർമിനൽ ഭാഗത്തായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തത്. The two terminal of the electric cells were connected to two terminal of the bulb. രണ്ട് ടെർമിനൽ ഓഫ് ദി ബൾബിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്ത് കൊടുത്തു. പോസിറ്റീവും ഒരു സ്ഥലത്തേക്ക് ബൾബിന്റെ ഒരു ടെർമിനലിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തു. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്ന ബാറ്ററിയുടെ എന്ത് ചെയ്തു? ബൾബിന്റെ വേറൊരു ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു അല്ലേ? Okay. Such an arrangement is an example of an electric circuit. അങ്ങനെ രണ്ടും ഡിഫറെന്റ് ആയ ടെർമിനലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. The electric circuit provide a complete path for the electricity to pass. അതുകൊണ്ടാണ് ആ ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ബൾബ് കത്തുന്നത്. അപ്പൊ പാസ് ചെയ്ത് പോകുമ്പോ ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഓക്കെ, the bulb glow only when the current flow through the circuit. അങ്ങനെ സർക്യൂട്ടിലൂടെ ഇപ്പൊ കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്ക് പോകും. അപ്പൊ ഏത് സർക്യൂട്ടിൽ നിന്നാണ് ഏത് ടെർമിനലിൽ നിന്നാണ് അടുത്ത ടെർമിനലിലേക്ക് പോകുന്നത്? If an electric circuit, the direction of the current is taken to be from positive to the negative terminal of the electric cell. പോസിറ്റീവ് നിന്ന് കറണ്ട് പാസ് ചെയ്തിട്ട് എവിടേക്ക് പോകും? നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. അപ്പോ ഈ ചിത്രത്തിൽ ഇങ്ങനെ നോക്കിക്കേ, ഈ പോസിറ്റീവ് നിന്ന് ഇങ്ങനെ ലൈറ്റ് കറണ്ട് പാസ് ചെയ്ത് നെഗറ്റീവിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ഗ്ലോ ചെയ്യുള്ളൂ? ബൾബ് കത്തുകയുള്ളൂ. അപ്പൊ ഈ പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് പോയി എവിടെ എത്തി? നെഗറ്റീവിന്റെ അവിടെ എത്തിക്കുമ്പോ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ വയർ അറ്റാച്ച് ചെയ്തില്ല, അപ്പൊ ഇവിടെ കത്തുവോ? ഇല്ല. ഇനി അതേപോലെ പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് പോവാൻ നേരത്തെ ഇവിടെ വയർ അറ്റാച്ച് ചെയ്തില്ലെങ്കിലും കത്തുവോ? ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ രണ്ടും കൂടി ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. പോസിറ്റീവിന്റെ ഇവിടെ വയറുണ്ട്, ഈ വയറിനെ വല്ലതും അറ്റാച്ച് ചെയ്താൽ മാത്രമല്ലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ ലൈറ്റ് കത്തുവോ? ഇല്ല. ഇനി അതേപോലെ ഈ ഭാഗത്ത് നോക്കിക്കേ, പോസിറ്റീവിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടേക്ക് തന്നെ തിരിച്ചെത്തി, നെഗറ്റീവിലേക്ക് പോയില്ല. നെഗറ്റീവിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബൾബ് കത്തുകയുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ പോസിറ്റീവ് ഇങ്ങനെ പോയി ഇവിടെ എത്തി, എന്നിട്ട് അവിടെ നിന്ന് കറണ്ട് ബൾബിന്റെ അടുത്ത ടെർമിനൽ കൂടെ ഇങ്ങനെ പോയിട്ട് വീണ്ടും നെഗറ്റീവിലേക്ക് എത്തി. അപ്പോ ഈ ഇതിലെ ലൈറ്റ് കത്തോ? എഫ് എന്ന് പറയുന്ന ചിത്രത്തിലെ ലൈറ്റ് കത്തില്ലേ? യെസ്, ലൈറ്റ് കത്തും. മനസ്സിലായോ? ഓക്കെ.
സോ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് ചാർജസ് പോവുക. അങ്ങനെ എത്തിച്ചേർന്നാൽ മാത്രമേ എന്ത് കത്തുള്ളൂ, ബൾബ് ഗ്ലോ ചെയ്യുകയുള്ളൂ. Sometimes an electric bulb does not glow even if it is not connected to the sun. ചില സമയത്ത് കണക്ഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്ത് സംഭവിക്കില്ല, ബൾബ് കത്തില്ല. This may happen if the bulb has fuse. അതിന്റെ അടുത്ത് എന്താ, ബൾബിന്റെ ഫ്യൂസ് പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് അപ്പൊ ഫ്യൂസ് പോയി എന്ന് പറയുമ്പോ, what is mean by the bulb fused എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Is the filament inside intact? അതായത് അതിന്റെ ഉള്ളിൽ ഒരു ഫിലമെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫിലമെന്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാലാണ്, കേടായിപ്പോയാൽ, അത് വിട്ടുപോയാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോയാലൊക്കെ എന്ത് സംഭവിക്കും, ഈ ബൾബ് ഫ്യൂസ് ആയി എന്ന് പറയും. An electric bulb may fuse due to many reasons. ഒരുപാട് റീസൺസിൽ ഫ്യൂസ് ആയെന്ന് പറയാം. One reason for the bulb is fuse to break in its filament. ഒരു റീസൺ എന്താ, ഫിലമെന്റ് ബ്രേക്ക് ആകുമ്പോ. A break in a filament of an electric bulb means a break in the path of the circuit. അപ്പോ ടെർമിനലിലൂടെ പോയിട്ട് ഫിലമെന്റ് കൂടെ പോയി പിന്നെ അടുത്ത ടെർമിനൽ കൂടെ നെഗറ്റീവിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ ഫിലമെന്റിൽ അവിടെ എത്തുമ്പോ എന്ത് ചെയ്യും, ഫിലമെന്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ബൾബ് ഗ്ലോ ചെയ്യുക ഇല്ല. A break in the filament of an electric bulb means a break in the path of the current between the terminal of the electric cell. Therefore, a fused bulb does not light up as no current passes through the filament. അതുകൊണ്ടാണ് ഫ്യൂസ് ആയത്, കറണ്ട് പാസ് ചെയ്ത് വിടാത്തത് കൊണ്ടാണ് കത്താത്തത്. ഓക്കെ, can you explain why the bulb do not glow when you try to use with the arrangement shown figure 20? അതിൽ നമ്മൾ ABCD പറഞ്ഞില്ല, അത് വെച്ച് നിങ്ങളോട് ഇനി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അപ്പൊ എങ്ങനെയാണെന്ന് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. പോസിറ്റീവ് ചാർജ് ആയ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ അല്ലെ, പോസിറ്റീവ് ചാർജ് ഉണ്ട് ഇവിടെ. പോസിറ്റീവ് ചാർജിന് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, ബൾബിന്റെ ഒരു ടെർമിനലിലേക്ക്, രണ്ട് ടെർമിനൽ ഉണ്ടല്ലോ, അതിൽ ഒരു ടെർമിനലിലേക്ക് എവിടേക്ക് പോകും, കറണ്ട് പോകും. എന്നിട്ട് അത് ഫിലമെന്റിലൂടെ കയറിയിട്ട് അടുത്ത ടെർമിനലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഒരു സർക്യൂട്ട് ആവുകയുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ആവുന്നത്, ലൈറ്റ് കത്തുകയും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 ഒന്ന്, ആക്ടിവിറ്റി ആക്ടിവിറ്റി 3 ഒന്ന് നമുക്ക് നോക്കാം. Take a torch bulb and piece of a wire. ഒരു ടോർച്ച് ബൾബ് എടുക്കുക, ഒരു പീസ് ഓഫ് വയർ എടുക്കുക. Remove the plastic covering of the two end of the wire as you did before. നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ആ വയറിന്റെ അറ്റത്തുള്ള പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റാം. Wrap one of the end of the wire around the base of an electric bulb as shown in figure 12.7. എന്നിട്ട് ഒരു എൻഡ് എന്ത് ചെയ്യാം, നമ്മുടെ ബാറ്ററിയിൽ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ച പോലെ കണക്ട് ചെയ്ത് വെക്കാം. Fix the other end of the wire of the terminal of the electric cell of the rubber band. ഒരു വയറ് ബൾബിന്റെ ഒരു ടെർമിനലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് എന്ത് ചെയ്യാം, നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, now bring the tip of the base of the band. Now bring the tip of the base of the bulb. Base of the bandും അതെ ബൾബ്, ആ ഒരു ബൾബില്ലേ, ബൾബിന്റെ അറ്റത്തൊരു ടിപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു ടെർമിനല്, ആ ടെർമിനൽ ഇപ്പൊ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ട് ഇല്ല അല്ലെ. അപ്പൊ ആ ടെർമിനൽ എടുത്തിട്ട് പോസിറ്റീവ് ടെർമിനൽ, സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യൂ എന്നാണ് ചോദിക്കുന്നത്. Does the bulb glow? Now move the bulb away from the terminal of the electric cell. ഒന്ന് ടച്ച് ചെയ്യാ, എടുക്കാം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ് അല്ലെ. എന്തായാലും അവിടെ കൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താ, ഒരു സർക്യൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയി. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോയി അതിന്റെ നെഗറ്റീവിലേക്ക് എത്തിച്ചേർന്നു അല്ലെ, ബൾബ് കൂടെ കയറി. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട് മനസ്സിലാക്കുക. If you have any doubt, you can ask to me. Thank you.